ഹലോ എവരിവൺ, KMAT എക്സാമിന് മുന്നോടിയായിട്ട് ഫൈനലി ഒരു ക്വിക്ക് റിവിഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടുകളും ട്രിക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്വിക്ക് റിവിഷനാണ് ഈ വീഡിയോ കവർ ചെയ്യുന്നത്. വീഡിയോ ഈ 25 മിനിറ്റ്സ് നിങ്ങളുടെ എക്സാമിന് മുന്നോടിയായിട്ട് എല്ലാത്തിനെയും ഒന്നുകൂടി ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഏതാനും മണിക്കൂറുകൾ മാത്രമേ എക്സാമിന് മുമ്പിലുള്ളൂ, എങ്കിലും നിങ്ങൾക്കത് ഈ ഒരു നട്ഷൽ നമ്മൾ ഒരുപാട് ചാനലിൽ സംസാരിച്ച് പല കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുവാണ് ഈ ഒരു വീഡിയോയിലൂടെ ഒരു എക്സാം മുന്നോടിയായിട്ടുള്ള ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൊണ്ട് റിമൈൻഡ് ചെയ്യുന്നു. എല്ലാവരും എക്സാം ഹാളിൽ സമയത്തെത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം നന്നായിട്ട് മാനേജ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ 180 ക്വസ്റ്റ്യൻസിലുണ്ടാവും. അതിനെ നന്നായിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. ക്രിക്കറ്റിലൊക്കെ പറയുന്ന പോലെ ഒരു നല്ല ബാറ്റ്സ്മാൻ മോശം ബോളുകളെ സെലക്ട് ചെയ്ത് നല്ല റൺസ് എടുക്കുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ ചില ടഫ് ബോളുകളെ നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ടഫായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും. ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുപിടിച്ച് ആൻസർ ചെയ്ത് നല്ല സ്കോർ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നല്ല സ്കോർ ചെയ്യാനായിട്ട് ഈ ഷോർട്ട് കട്ടുകൾ നിങ്ങളെ സഹായിച്ചേക്കാം. സോ ഫസ്റ്റ് വൺ, പെർസെൻറ്റേജ് ചേഞ്ച്. ചിലർക്കെങ്കിലും സംശയം വരാൻ സാധ്യതയുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10%, 200ന്റെ 10% എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. 10% കണ്ടുപിടിക്കാനായിട്ട് എത്ര നമ്പർ ഉണ്ടോ ഒരു ഡെസിമൽ പോയിന്റ് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. ഇപ്പം 200 10% പറഞ്ഞാൽ ഒരു ഡെസിമൽ പോയിന്റ് മാറ്റി പോയിന്റ് ഇടുന്നുണ്ട് 20.0. ഇനിയിപ്പം 188ന്റെ 10% ആണെങ്കിൽ 188ന്റെ 10% ആണെങ്കിൽ നിങ്ങൾ ഒരു പോയിന്റ് എട്ടുന്ന ഒരു പോയിന്റ് മാറ്റിയിട്ട് പോയിന്റ് ഇടുമ്പോൾ 18.8 കിട്ടുന്നു. അങ്ങനെ 10% കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് 10%ന്റെ ടെക്നിക്ക്. ഇനി മറ്റ് 10 അല്ലാണ്ട് ഇപ്പോൾ 22% അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ശതമാനം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ 22% 50 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് നമ്പറാണോ ആ നമ്പർ 50 × 22/100, അതാണ് ഇതിൻ്റെ 22% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ശതമാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പെർസെൻറ്റേജ് ബൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ 50 × 22/100 എന്നാണ് 11 ഇതിൻ്റെ റൈറ്റ് ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, ഈ രീതി തന്നെയാണ് നിങ്ങൾക്ക് ഏത് പെർസെൻറ്റേജ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു തവണ കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് പലതവണയായിട്ട്. അപ്പോൾ ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് ഓർക്കുക. ഇനി ഇത് ക്ലാരിറ്റി വരാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ചുമ്മാ ഒരു എക്സസൈസ് പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 15% ഓഫ് 60. 15% ഓഫ് 60യുടെ 15% എത്രയാണെന്ന് നോക്കാം. 60ന്റെ 15%. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 60 × 15/100. ഇനി ഇങ്ങനെ വരുമ്പം പെട്ടെന്ന് ഈ 0 കട്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയുന്നു. നമ്മൾക്ക് മുകളിലും താഴെ വരുമ്പോൾ കോമൺ ആയിട്ട് 0 ഉണ്ടെങ്കിൽ അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഓരോ 0 കോമൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ മീനിങ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഉത്തരം നമുക്ക് 9 എന്ന് കിട്ടും. 16 × 15 90, 90/10 9. അപ്പോൾ ഇതെങ്ങനെയാണ് പെർസെൻറ്റേജ് എന്നുള്ളതിലേക്ക് എത്തുന്നത്. ഇനി ഇതറിയുന്ന ആളുകൾക്ക് സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നാണ്, പെർസെൻറ്റേജ് ഇൻക്രീസും പെർസെൻറ്റേജ് ഡിക്രീസും നോക്കുകയാണ്. പ്രൈസ് ഇൻക്രീസ് ബൈ 10% എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആ നമ്പറിനെ. ഓക്കെ, അപ്പം ആദ്യം ഉണ്ടായിരുന്ന പ്രൈസ് 200 ആയിരുന്നു. അപ്പം 10% കൂടി എന്ന് പറഞ്ഞാൽ പുതിയ പ്രൈസ് എത്രയും ചോദിക്കുകയാണെങ്കിൽ 1.1 കൊണ്ട് മൾട്ടിപ്ലൈ. ഇനിയിപ്പോൾ 20% കൂടിയെങ്കിൽ നിങ്ങൾ 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, പുതിയ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്. ഇനിയിപ്പോൾ പ്രൈസ് 50% കൂടി എന്ന് പറഞ്ഞാൽ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത് ഈ ഒരു ലോജിക്ക്. ഇനി 80% കൂടിയെങ്കിൽ 1.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത പുതിയ പ്രൈസ് കിട്ടും. ഓക്കെ, അതേസമയം ഇനി 100% കൂടി എന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ എത്ര കൊണ്ടായിരിക്കും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതായത് ഇതിങ്ങനെ 1 + 0.1, 1 + 0.2, 1 + 0.5, 1 + 0.8, 1 + 1 2, അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ പെർസെൻറ്റേജ് ഡിക്രീസ് ഇതുപോലെ തന്നെയാണ്. അവിടെയാണ് 1 മൈനസ് ചെയ്ത് പോകുന്നത് മാത്രം. അതുകൊണ്ട് തന്നെ പ്രൈസ് ഡിക്രീസ് ബൈ 10% എന്ന് പറയുമ്പോൾ നമ്മൾ ആ തന്ന നമ്പറിനെ 0.9 കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി പ്രൈസ് ഡിക്രീസ് ബൈ 20% എന്ന് പറയുമ്പോൾ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി പ്രൈസ് ഡിക്രീസ് ബൈ 80% എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ 1 ൽ നിന്ന് 0.8 കുറയ്ക്കുമ്പോൾ നമുക്ക്
0.2 ആണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും പോകുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. എഗെയിൻ ഇനി പ്രൈം നമ്പർ കോമ്പോസിറ്റ് നമ്പർ എന്നുള്ള രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാം. പ്രൈം നമ്പർ എന്ന് പറയുന്നത് അപ്പം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറായിട്ട് ആ നമ്പറും ഒന്ന് മാത്രമേ ഫാക്ടറായിട്ട് ഉണ്ടാകത്തുള്ളൂ. അങ്ങനത്തെ നമ്പറുകളെയാണ് പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്പർ ഒന്നിനെ നമ്മൾ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല എന്നാണ് കഴിക്കും. പ്രൈം നോട്ട് കോമ്പോസിറ്റ് എന്ന് പറയാം. പ്രൈം ഉണ്ട് കോമ്പോസിറ്റ്, പ്രൈം അല്ലാത്ത നമ്പറിനെ കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഒന്ന് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ലാത്ത ഒരു കാറ്റഗറി പെട്ടതാണ്. അപ്പോൾ രണ്ട് പ്രൈം നമ്പറാണ്. കാരണം രണ്ടിൻ്റെ ഫാക്ടറായിട്ട് 2 എന്ന നമ്പറും പിന്നെ 1 മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 3ൻ്റെ ഫാക്ടറായിട്ട് ആ നമ്പർ തന്നെ 3 ഉണ്ട്, പിന്നെ 1 ഉണ്ട്. ഓക്കെ. പക്ഷെ 4 എന്നുള്ളത് കോമ്പോസിറ്റ് ആണ്. കാരണം എന്താണ്, 4 നമുക്ക് 2 × 2 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് 4 കോമ്പോസിറ്റ് ആണ്. 5ന് നമുക്കിങ്ങനെ 1 × 5 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും പ്രൈമാണ്. 6 പ്രൈം അല്ല. കാരണം എന്താണ്, 6 നമുക്ക് 2 × 3 എഴുതാം. അപ്പോൾ 2, 3, 6ൻ്റെ ഒരു ഫാക്ടേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ 1, 6 അല്ലാണ്ട് 6ന് 2, 3 എന്നുള്ള ഫാക്ടേഴ്സും കൂടി ഉള്ളതുകൊണ്ട് അത് കോമ്പോസിറ്റ് നമ്പറായി മാറുന്നു. അപ്പോൾ പക്ഷേ 7ന് എന്താണ്, 7ന് 1ഉം 7 മാത്രമേ ഫാക്ടറായിട്ടുള്ളൂ, മറ്റ് ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ ഇതാണ് പ്രൈമും കോമ്പോസിറ്റും. അപ്പം ഇത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതും ചിലപ്പോൾ പരീക്ഷകളിൽ ഒന്ന് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ്, ഇതിൽ പ്രധാനപ്പെട്ട ചില പ്രോപ്പർട്ടീസിലേക്ക് ശ്രദ്ധ കാണിക്കുന്നു. ഇനി log x to the x, log x to the x, അതായത് നമ്പറും ബേസും സെയിം ആകുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അത് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ പല ക്വസ്റ്റ്യൻസിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അതായത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ലോഗ് ഓഫ്, ഉദാഹരണം പറയുന്നത് ലോഗ് 25 തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു ലോഗ് 125 തരുവാൻ വിചാരിച്ചു. അപ്പോൾ എന്താണ് അതിന് പ്രത്യേകത? ഈ 25, 125ഉം 5ൻ്റെ പവറുകളാണ്. അപ്പം ലോഗ് 25നെ 5 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 5 സ്ക്വയർ എന്ന് എഴുതാം. 5 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ 5 സ്ക്വയർ എന്ന് എഴുതുമ്പം ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട അതിനെ 2 × log 5 എന്ന് എഴുതാം. 2 × log 5 എന്ന് എഴുതാം. ഓക്കെ, 2 × log 5 എന്ന് എഴുതാം. അതാണ് ഈ ഇക്വേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പം log 5 കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. കാരണം 5 സ്ക്വയർ തന്നെ ഉണ്ടായിരിക്കും. അപ്പം log 5 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 × log 5 ചെയ്യുവാണെങ്കിൽ log 125 കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ 125 അതിന് മുകളിലോട്ടുള്ള 5 to the power 3, 5 to the power 4, again 125 × 5, അങ്ങനെ മുന്നോട്ട് 25 ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ലോഗിൻ്റെ മറ്റ് ചില പ്രോപ്പർട്ടികൾ. ഇത് റിവേഴ്സ് പ്രോപ്പർട്ടി ഒക്കെ, അതായത് ഡിവിസിബിൾ ബൈ പ്രോപ്പർട്ടി, ഇങ്ങനത്തെ പ്രോപ്പർട്ടികളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഏതൊരു 1ൻ്റെ ലോഗ്, ഏത് ബേസ് ഏതായാലും 1ൻ്റെ ലോഗ് എപ്പോഴും 0 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇത് ലോഗിൻ്റെ കാര്യം വ്യക്തമായി വിചാരിക്കുന്നു. ലോഗ് പലതവണ ചോദിച്ചൊരു ഏരിയയാണ്. മറ്റൊരു ഇതിലേക്ക് നോക്കാം. മറ്റൊരു ഷോർട്ട് കട്ട് നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ഷോർട്ട് കട്ടാണ്. മിക്ക എക്സാം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ആവറേജ് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തി covers a certain distance in x speed and equal distance in y speed. ഒരാൾ തുല്യ ദൂരം, നമ്മൾ പറയണം ആദ്യത്തെ ഇത്ര കിലോമീറ്റർ ഇന്ന സ്പീഡിൽ, പിന്നത്തെ ഇത്ര കിലോമീറ്റർ, സ്പീഡ് മാത്രമേ മാറുന്നുള്ളൂ, ദൂരം സെയിം ആണ്. ആദ്യത്തെ കിലോമീറ്റർ അയാൾ ഒരു എക്സ് സ്പീഡിലും പിന്നത്തെ കിലോമീറ്റർ വൈ സ്പീഡിലും സെയിം ഡിസ്റ്റൻസ് ആണെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ, അങ്ങനത്തെ കേസ് വരുവാണെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇക്വേഷൻ ആണ് 2xy / x + y. 2xy / x + y എന്നുള്ളതാണ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഷോർട്ട് കട്ടാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾ ആദ്യത്തെ ഒരു ഇത്ര കിലോമീറ്റർ ഇന്ന സ്പീഡിലും അടുത്ത കിലോമീറ്റർ ഇന്ന സ്പീഡിൽ എന്നൊക്കെ ചോദിക്കാം. ചിലപ്പോൾ നേരെ തിരിച്ച് അയാൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു എന്നൊക്കെ പറയാം. ഒക്കെ സെയിം ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെ കോണ്ടക്ഷൻ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ ഇത്ര സ്പീഡും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരാനും ഇത്ര സ്പീഡും എന്നാണ് അസ്യൂമിങ് ദാറ്റ് they are traveling in a same path or same route. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാലും അതിന്റെ അർത്ഥം സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സ്പീഡുകൾ തന്നിട്ടുണ്ടാവും. സ്പീഡുകൾ നമ്മൾ മൾട്ടിപ്ലൈ 2x / x + y എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഷോർട്ട് കട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോക്കിന്റെ 8:20 സമയം തരുവാണെങ്കിൽ
നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്, അത് തന്നെ ഒരു പ്രൊസീജിയറും ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അഗെയിൻ നമ്മൾ പ്രൊസീജിയർ നോക്കാം. പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ 820 തരുന്നതാണ്. നമ്മൾ 8 എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 8 എഴുതി ഇറക്കിയിട്ട് നമ്പർ വാല്യൂ എഴുതുന്നു, മിനിറ്റ് വാല്യൂ എഴുതുന്നു. ഇവിടെ 8ന് താഴെയായിട്ട് നമ്മൾ 8 എഴുതുന്നു. 20 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്ത് 4ലാണ്. 20 എന്ന് പറയുമ്പോൾ 4ലാണുള്ളത് കൊണ്ട് 4 ഇവിടെ എഴുതുന്നു. ഇനി ഇവിടെ 30 ആണെങ്കിൽ നമ്മളിവിടെ 6 എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ 40 ആണെങ്കിൽ 8 എഴുതാം. മിനിറ്റ് സൂചി എവിടെയാണോ ആ പൊസിഷനാണ് ഇവിടെ താഴോട്ട് ഇറക്കി എഴുതേണ്ടത്. മിനിറ്റ് വാല്യൂന്റെ പൊസിഷൻ ഓഫ് മിനിറ്റ് ഹാൻഡ് ആണ് ഇവിടെ എഴുതേണ്ടത്. അവർ ഹാൻഡിന്റെ കറക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ അവർ എത്ര അതുപോലെ തന്നെ എഴുതുക. അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അതിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഹാഫ് ഓഫ് ദി മിനിറ്റ് വാല്യൂന്റെ ഹാഫ് എടുത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. ഇത് കൂടാണ്ട് ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം. ഡയറക്റ്റ്ലി നമുക്ക് ഇതിനെ 30h into 11/2m എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. 30h എന്ന് പറയുമ്പോൾ ഇവിടെ 30 into 8 എന്ന് പറയുമ്പോൾ 240 വരുന്നുണ്ട് അല്ലെ. 240 30h 240 ഡിവൈഡ് മൈനസ് 11/2m ആണ്. 11/2m. അപ്പൊ 11/2m എന്ന് പറയുമ്പോൾ m മിനിറ്റ് അതുപോലെ തന്നെ എടുക്കണം. അപ്പം ദാറ്റ് ഇസ് 20/2 10. അപ്പം 110 മൈനസ് ചെയ്യുന്ന. സോ ഗെറ്റ് ആൻസർ ആസ് 130. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇവിടെ h എത്രയാണ്? h എന്ന് പറയുന്നത് എക്സാക്ട്ലി ദ അവർ. അപ്പൊ 8:20 ആണെങ്കിൽ അതുപോലെ തന്നെ എടുക്കുക. 8 ആണ്. ഇവിടെ മിനിറ്റ് 20 ആണ്. 20 ഇതുപോലെ തന്നെ എടുക്കുക. അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ടോ നിങ്ങൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ മെത്തേഡ് ഓർത്തിരിക്കുക, ഏതായാലും കുഴപ്പമില്ല. ഷോർട്ട് കട്ട് ഇസ് 30h മൈനസ് 11/2 ബ്രാക്കറ്റിലാണ് ഓർക്കണം. 11/2 into m. ഓക്കെ, 11/2 into m. ഓക്കെ, അവിടെ 11/2 m എപ്പോഴും ഷോർട്ട് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2 കൊണ്ട് ആ മിനിറ്റിനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ടും ഓർത്തിരിക്കാം. മിറർ ഇമേജിന്റെ പ്രോബ്ലം ചെയ്താണ്. ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യുന്നു. നമുക്ക് മിറർ ഇമേജ് ഒരു ടൈം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നെങ്കിൽ നമ്മളതിനെ ജനറൽ കേസുകൾ 11/60 കൊണ്ട് തന്നിരിക്കുന്ന ടൈമിന് 11/60 കൊണ്ട് 820 തന്നിട്ടുണ്ട്. 820 തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8:20 തന്നിട്ടുണ്ടെങ്കിൽ അതിനെ 11/60 മൈനസ് ചെയ്യുക. അതാണ് നമുക്ക് കിട്ടുന്ന മിറർ ഇമേജിൽ ഉണ്ടാകുന്ന മിറർ ഇമേജ് തന്നിട്ട് നമുക്ക് ഒറിജിനൽ ടൈം ചോദിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഒറിജിനൽ ടൈം. ഓക്കെ, ഇനിയിപ്പോൾ ഇൻ കേസ് അത് ടൈം തന്നേക്കുന്ന ടൈം 11 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള ടൈം ആണെങ്കിൽ 11 മണിക്ക് 1 മണിക്ക് ഇടയ്ക്കുള്ള ടൈം ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? 23:60 നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. 23:60 സബ്സ്ട്രാക്ട്. അല്ലാത്ത എല്ലാ കേസിലും 11:60 നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഉദാഹരണം 12:15 ആണ് നമ്മുടെ നിർദ്ദിഷ്ട സമയം കാണിക്കുന്ന ഒറിജിനൽ ടൈം എന്ന് പറയുമ്പോൾ 12:15 ആയതുകൊണ്ട് അത് 11 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള ടൈമാണ് 12:15 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ 23:60 നിന്ന് കുറയ്ക്കുന്നു. അല്ലാത്തൊരു കേസിൽ നമ്മൾ അത് 11:60 നിന്ന് കുറയ്ക്കുന്നു. 11:60 23:60 ഓർത്തിരിക്കുക. ജനറലി 11:60 ആണ്. 11 മണി തൊട്ട് 1 മണിയുടെ ടൈം ആണെങ്കിൽ 23:60 ആണ്. ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഫാക്ടോറിയൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതവണ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം 0 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. 0 ഫാക്ടോറിയൽ 1 ആണ്. ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ഓർത്തിരിക്കുക. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഫാക്ടോറിയൽ ആണ് ഉദ്ദേശിക്കുന്നത്. 1 into 2 into 3. 1 into 2 into 3 അതാണ്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 2 into 3 into 4 into 5. അപ്പം അതാണ് എത്ര വരെ ഉണ്ടോ അതുവരെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. 1 മുതൽ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഫാക്ടോറിയൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാക്ടോറിയൽ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ഓർത്തിരിക്കുക. അഗെയിൻ കുറച്ച് ആൾജിബ്രായിക് ഇക്വേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ. പക്ഷേ ഇതിൽ ചിലത് മാത്രം നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ മൂന്നാമത് ഇരിക്കുന്നത് a plus b all square is equal to a square plus 2a square plus b square plus 2ab. a minus b all square is equal to a square plus b square minus 2ab. ചിലപ്പോൾ ഇത് ഒരു പക്ഷേ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ നമ്പേഴ്സ് വെച്ച് ചോദിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻസും അഗെയിൻ a plus b into a minus b is equal to a square minus b square ഇങ്ങനത്തെ രീതിയിലുള്ള രണ്ട് ഷോർട്ട് കട്ട്സുകളൊക്കെ ഉണ്ട്. ഇതൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വെക്കുക. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ a plus b the whole square is equal to a square plus b square plus 2ab. a minus b the whole square is equal to a square plus b square minus 2ab. ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് ഒരു മൈനസ് ഇവിടെ വരുന്നു എന്നാണ് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അഗെയിൻ പവർ വെച്ചിട്ടുള്ള ചില ഷോർട്ട് കട്ടുകൾ ഇൻഡിസസ് റിലേറ്റഡ് ആയ ലോ ഓഫ് ഇൻഡിസസ് റിലേറ്റഡ് ആയ ചില ഷോർട്ട് കട്ടുകൾ നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ ഒരു നിങ്ങളുടെ അറ്റൻഷൻ ആവശ്യമുള്ള വരിക. a to the power of 0 എന്താ അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 3 raised to 0 ആണെങ്കിൽ 1 ആണ്. 4 raised to 0 ആണെങ്കിൽ 1 ആണ്. 7 raised to 0 ആണ്. 100 raised to 0 ആണെങ്കിൽ എത്ര പവർ 0 വന്നു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 raised to 2 എന്ന് പറഞ്ഞാൽ 2 into 2. പക്ഷെ 2 raised to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അതാണ് ബേസിക് ഇക്വേഷൻ.
ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി ഒക്കെ നോക്കാം. നമുക്ക് സെയിം നമ്പറിന്റെ തന്നെ ഡിഫറെന്റ് പവറുകൾ വരുവാണെങ്കിൽ നമ്മളെ പവറുകൾ മാത്രം നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ, ഇപ്പം 4x 2 raised to 6 into 2 raised തന്നെ 3 എടുത്തു വിചാരിച്ചോ. 2 raised to 3 എടുക്കുക. അപ്പോൾ നമ്മൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ 6ഉം 3ഉം കൂടി ആഡ് ചെയ്ത് 2 raised to 9 നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 2 raised to 9 നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമിലർലി ആണ് മറ്റെല്ലാ പ്രോപ്പർട്ടികളും ഒന്ന് നോക്കുക. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ഒരു പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ടാണ്. a to the power of 0 is equal to 1. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. 4 raised to 0 plus 3 raised to 0 plus 5 raised to 0 plus. അപ്പം എത്ര എണ്ണം വരുന്നുണ്ടോ അത് കൂടി ഓരോന്നും 1 1 1 ആണെന്ന് ഓർത്തിരിക്കുക. So that is very important. A raised to 0 is equal to 1 എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഷോർട്ട് കട്ട് ആണ്. അഗൈൻ ആവറേജസുമായിട്ട് ബന്ധപ്പെട്ട കുറേ സീരീസ് ഓഫ് ഷോർട്ട് കട്ട്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് ഓർക്കുന്നു. അഗൈൻ ആവറേജ് ഫസ്റ്റ് എന്ന വാക്ക് പ്രധാനപ്പെട്ടാണ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n നാച്ചുറൽ നമ്പറിന്റെ ആവറേജ് ചോദിക്കുന്നെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. n+1/2 ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറിന്റെ ആവറേജ് ചോദിക്കുന്നെങ്കിൽ 10 + 1/2 അത്രേ ഉള്ളൂ. ആദ്യത്തെ 11 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് ചോദിക്കുന്നെങ്കിൽ 11 ആയതുകൊണ്ട് 11 + 1/2 ഓക്കെ ബൈ 12/2 6 കിട്ടും. ആദ്യത്തെ ആവറേജ്, ആദ്യത്തെ എന്നുള്ള വാക്ക് പ്രധാനപ്പെട്ടാണ്. ആവറേജ് എന്നുള്ള ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ഓക്കെ, ഇതാണ് ഏതാനും ഈ എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ എന്നുള്ളത് ആദ്യത്തേതാണ് മാത്രമാണ്. ആദ്യത്തെ ആണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കും. ഇനി ഫസ്റ്റ് തന്നെയുള്ള ആദ്യത്തെ തന്നെ ഈവൻ നമ്പർ ആണെങ്കിൽ എന്താ സ്ഥിതി? അത് n+1 ആണ്. നേരത്തെ n+1/2 ഉണ്ടായിരുന്നു, ഇവിടെ n+1 ആയി മാറി. ഓക്കെ, ഈവൻ നമ്പർ ആണെങ്കിൽ ആദ്യത്തെ 11 ഈവൻ നമ്പർ ആവറേജ് സിമ്പിൾ ആണ്. 11 + 1 കൂട്ടിയാൽ മതി 12. ആദ്യത്തെ 99 ഈവൻ നമ്പർ, 99 + 1 കൂട്ടുക 100. ഓക്കെ, ഈവൻ നമ്പർ, ആദ്യത്തെ ഈവൻ നമ്പർ ഓർത്തിരിക്കുക. നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ചുമ്മാ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 5 ഈവൻ നമ്പറുകൾ 5 + 1 6. ഓക്കെ, 5 + 1 6. ഇനി ആദ്യത്തെ ഈവൻ നമ്പർ ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ ആദ്യത്തെ എന്നുള്ള വാക്ക് വീണ്ടും ഇവിടെ ഉണ്ട്. ആദ്യത്തെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യത്തെ ഓഡ് നമ്പർ ഒറ്റ സംഖ്യകളാകുമ്പോൾ 1 3 ഒറ്റ സംഖ്യകൾ. ഓക്കെ, ഒറ്റ സംഖ്യകൾ ആണെങ്കിൽ ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ ഓഡ് നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ആവറേജ്, ആദ്യത്തെ 2 ഒറ്റ സംഖ്യ. അപ്പോൾ ആദ്യത്തെ 2 ഒറ്റ സംഖ്യ ചുമ്മാ ആലോചിക്കുക. 1 3 ഒറ്റ സംഖ്യ. അത് രണ്ടും കൂടെ കൂടിയിട്ട് /2. അപ്പം 1 + 3/2 ഇത്രയാണ്. 2 തന്നെയാണ് ആൻസർ. അപ്പം ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ സമ്മ 5 തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ 11 ഒറ്റ സംഖ്യയുടെ സമ്മല്ല ആവറേജ് 11 തന്നെയാണ്. ആവറേജിനെ പറ്റി സംസാരിക്കുന്നു. അപ്പം ആദ്യത്തെ 99 ഒറ്റ സംഖ്യ, ഫസ്റ്റ് ആവറേജ് ആണ് സംസാരിക്കുന്നത്. ആദ്യത്തെയാണ് സംസാരിക്കുന്നത് 99 ഒറ്റ സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് ഈസ് 99 itself. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ഫസ്റ്റ് ആവറേജുകളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ട് ആവറേജുകളെ പറ്റിയാണ് സംസാരിച്ചത്. ഫസ്റ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. ഫസ്റ്റ് സെറ്റ് ആദ്യത്തെ എന്നുള്ളത് പ്രധാനപ്പെട്ടാണ് ഫസ്റ്റ്. അപ്പോൾ ആദ്യത്തെ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആദ്യത്തെ n നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അഗൈൻ സ്മോൾ നമ്പർ എന്നാന്ന് ഓർക്കുക. n+1/2 അത്രേ ഉള്ളൂ. അഗൈൻ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n+1/2 ആയിരുന്നെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിൽ n+1 ആണ്. അവസാനം ഓഡ് നമ്പർ ആയപ്പോൾ അത് എന്തായി മാറി? അത് ജസ്റ്റ് n മാത്രം എടുത്താൽ മതി. അപ്പോൾ അതാണ് ഈ 3 ഇക്വേഷൻസിന്റെ ഒരു ഫ്ലോ. കഴിഞ്ഞ ഒരു തവണ ചോദിച്ചൊരു ചോദ്യമാണിത്. അപ്പം അത് ഡയറക്റ്റ് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് 99 ഈവൻ നമ്പർ ആണ്, 99 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഓർഡറിൽ ഓർത്തിരിക്കുക. NEO. അപ്പോൾ ഇക്വേഷൻസ് n+1/2 വരുന്നു അടുത്തതായിട്ട്. പിന്നെ അത് n+1 ആയി മാറി, പിന്നെ അത് n ആയി മാറി. അപ്പം ഈ നിയോ എന്ന് പറയുന്നത് ഈ ഓർഡർ ഓർത്തിരിക്കുക. ഫസ്റ്റത്തെ n+1/2, പിന്നെ അത് n+1, പിന്നെ ഇത് ഇവരും n. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ആവറേജുകൾ. അപ്പം n ആണ്, n+1 ആണ്. അപ്പോൾ n+1 ആകുമ്പോൾ ഇക്വേഷൻ റൈറ്റ് ആൻസർ ഈസ് 100. ഓക്കെ, ആവും ആവറേജ് ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ. ഇപ്പം ബിറ്റ്വീൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്, അപ്പം ബിറ്റ്വീൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. എല്ലാ കേസിലും ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്യുക, by 2 ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ 200 500 ഇടയ്ക്ക് ആയതുകൊണ്ട് ആദ്യത്തെ ഈവൻ നമ്പർ 202 ആണ്.
അവസാനത്തെ ഈവൻ നമ്പർ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒഴിവാക്കിയിട്ടാണ്, 200 500 ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് അവസാനം ലാസ്റ്റ് കണ്ടുപിടിക്കുന്നു, ബൈ 2 ചെയ്യുന്നു. അതാണ് നമുക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്നത്. ഇത് മറ്റു ഷോർട്ട് കട്ടാണ് ഓർത്തിരിക്കുക. ബിറ്റ്വീൻ ആണ് കണ്ടുപിടിക്കുന്നത്, പക്ഷെ അതുകൊണ്ട് തന്നിരിക്കുന്ന ഒഴിവാക്കിയിട്ട് ചെയ്യാം. എഗെയിൻ ആവറേജ് ഫസ്റ്റ് 99 നമ്പേഴ്സ്. ഫസ്റ്റ് 99 നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫസ്റ്റ് 99 നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇത് ഈ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്ത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ അറിയാം. ആദ്യത്തെ നമ്പർ ഫസ്റ്റ് 1 ആണ്. പിന്നത്തെ എത്രയാണ്? ഫസ്റ്റ് 99 എന്ന് പറയുമ്പോൾ അവസാനത്തെ 99 തന്നെയാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു, ബൈ 2 ചെയ്യുന്നു. അപ്പോൾ അതാണ് n+1/2 എന്നുള്ള ഷോർട്ട് കട്ടായിട്ട് നമുക്ക് നേരത്തെ വന്നത്. സോ ആൻസർ ഈസ് അഗെയിൻ ഹിയർ ഈസ് 50. ഓക്കെ. അഗെയിൻ ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഈ 5ഉം 99 ഉൾപ്പെടെയാണ്. 99 ഉൾപ്പെടെയാണ് ഫ്രം എന്ന് പറയും. ബിറ്റ്വീനും ഫ്രം എന്നുള്ള വ്യത്യാസത്താണ്. ഇവിടെ ഫ്രം എന്ന് പറയുമ്പോൾ 5ഉം 99 ഉൾപ്പെടെയാണ്. അപ്പോൾ നമ്മളവിടെ എന്താണ്, 5ഉം 99 ആഡ് ചെയ്യുന്നു, ബൈ 2 ചെയ്യുന്നു. 5ഉം 99 നമ്മൾ ആഡ് ചെയ്യുന്നു, ബൈ 2 ചെയ്യുന്നു. 5ഉം 99 നമ്മൾ ആഡ് ചെയ്യുന്നു, ബൈ 2 ചെയ്യുന്നു. 5ഉം ഉൾപ്പെടാൻ കാരണം ഫ്രം ആയതുകൊണ്ട്. ഓക്കെ. ഇനി ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഇതേ ലോജിക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാം. ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ്. അപ്പം ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് 4ന്റെ ആദ്യത്തെ 20 മൾട്ടിപ്പിൾ. ആദ്യത്തെ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. അങ്ങനെ നമുക്ക് 20 മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാം. അപ്പോൾ അത് 20ാമത്തെ മൾട്ടിപ്പിൾ നമുക്ക് 80 കിട്ടും. ഓക്കെ. അങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അതേ മെത്തേഡ് ഫോളോ ചെയ്താൽ 4+20 ഫസ്റ്റ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നു, ബൈ 2 ചെയ്യുന്നു. മറ്റൊരു ഷോർട്ട് കട്ട് എടുക്കുകയാണെങ്കിൽ 20 മൾട്ടിപ്പിൾസ് ഓഫ് 4 ആയതുകൊണ്ട് നമ്മൾ ആദ്യം 4 എടുത്ത് എഴുതുന്നു. ഓക്കെ. അഗെയിൻ 20 ആയതുകൊണ്ട് 20 കൂടെ പ്ലസ് ഒരു 1 കൂടെ ചേർത്ത് 21 എഴുതുന്നു. അത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. അഗെയിൻ ബൈ 2 ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിൽ ഷോർട്ട് കട്ട് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് 9 മൾട്ടിപ്പിൾസ് ഓഫ് 10 എടുക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം 10 എഴുതുന്നു. നമ്മൾ ആദ്യം 10 എന്ത് ചെയ്യുന്നു? അപ്പോൾ 9 ഫസ്റ്റ് 9 ആയതുകൊണ്ട് തന്നെ 9+1 എടുക്കുന്നു. അത് 10 കിട്ടുന്നു. 9+1 ആണ് ഇവിടെ 10 വന്ന്. അഗെയിൻ ബൈ 2 ചെയ്യുന്നു, 50 കിട്ടുന്നു. സോ ദാറ്റ് ഈസ് 50. അപ്പോൾ അതും ഈ ഷോർട്ട് കട്ട്സുകളും നമുക്ക് മനസ്സിൽ വെക്കാം. ഇനി റീപ്ലേസ്മെന്റ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതായത് ആവറേജ് വന്നിട്ടുണ്ടാവും. ഒരു 8 പേരുടെ ഏജിന്റെ ആവറേജ് ഇത്രയാണ്. അതിൽ നിന്ന് ഒരാൾ പോയിട്ട് വേറെ ആൾ വന്നാൽ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഒരു ഇത്ര പേരുടെ വെയിറ്റിന്റെ ആവറേജ് ഇത്രയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ പോയിട്ട് വേറെ ആൾ വന്നു. അപ്പോൾ ഒരാൾ പോയിട്ട് വേറെ ആൾ വരിക എന്നുള്ളതാണ് റീപ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ കേസ് വരുവാണെങ്കിൽ ഉദാഹരണ ചോദ്യം, ആവറേജ് വെയിറ്റ് ഓഫ് 8% ഇൻക്രീസ് ബൈ 2.5 kg when a new person comes in place of one of them weighing 65 kg, what might be the weight of the new person? അപ്പം ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ ദ സം, ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡ് ബൈ നമ്പർ എന്ന് നമുക്കറിയാം. ചേഞ്ച് ഇൻ ദ സം കണ്ടുപിടിക്കുക. അത് മാത്രം ചെയ്താൽ മതി. ചേഞ്ച് ഇൻ ദ സം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചേഞ്ച് ഇൻ ദ ആവറേജിലുള്ള ചേഞ്ച് ഇൻറ്റു നമ്പറാണ്. കാരണം നമ്പർ മാറുന്നില്ല. രണ്ട് കേസിലും ഒരാൾ പോയിട്ട് വേറെ ആൾ തന്നെ കൃത്യം വേറെ ആൾ വരുവാണ്. അപ്പം ഇവിടെ ആവറേജ് ചേഞ്ച് ഇൻ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻക്രീസ് ബൈ 2.5 ആണ്. 8 പേരാണ്. അപ്പോൾ 2.5 × 8 അതാണ് നമുക്കിവിടെ ചേഞ്ച് ഇൻ ദ സം ആയിട്ട്. 2.5 × 8 നമുക്കറിയാം 20 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പോയ ആളുടെ വെയിറ്റ് 65ആണ്. വന്നയാളുടെ 20 കിലോ കൂടുതലുള്ള ആളായിരിക്കണം. നമ്മൾ ആവറേജ് കൂടുതലുള്ള. അപ്പോൾ വന്നയാൾ 85 കിലോ ഉള്ള ആളാണ് നമുക്ക് അസ്യൂം ചെയ്യാം, അല്ല മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് റീപ്ലേസ്മെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ റീപ്ലേസ്മെന്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചേഞ്ച് ഇൻ ദ സം മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം ആവറേജ് എന്ന് പറയുന്ന ഇക്വേഷൻ ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ എസ് ബൈ എൻ ആണ്. സം ഡിവൈഡ് ബൈ നമ്പർ ആണ്. ഓക്കെ. അപ്പം കാരണം ആവറേജിലെ മാറ്റം കാണാനായിട്ട് n മാറുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? n റീപ്ലേസ്മെന്റ് ആണ്. ഒരാൾ പോയിട്ട് വേറെ ആൾ വരുവാണ്ട് n മാറുന്നില്ല. n എത്രയാണ്? അത് നേരത്തെ ആദ്യത്തെ കേസ് എത്ര തന്നെയാണോ അത്ര തന്നെ n ഉണ്ടാവും. അപ്പം ചേഞ്ച് ഇൻ ദ സം മാത്രം നമ്മൾ കണ്ടുപിടിക്കാൻ. ചേഞ്ച് ഇൻ സം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആവറേജ് ഇൻറ്റു n. ചേഞ്ച് ഇൻ ആവറേജ് ചേഞ്ച് ഇൻ ആവറേജ് തന്നിട്ടുണ്ടാവും. അത് ഇൻറ്റു n കണ്ടുപിടിച്ചാൽ നമുക്ക് ചേഞ്ച് ഇൻ സം കിട്ടും. ഓക്കെ. ഈ ഒരു ഇക്വേഷനും ഈ മെത്തഡോളജിയും ഓർത്തിരിക്കുക. ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഞാനത് വളരെ ബ്രീഫായിട്ട് മാത്രം പറയുന്നു. എ ക്യാൻ ഡു എ വർക്ക് ഇൻ 15 days, ബി ക്യാൻ ഡു ഇൻ 10 days. ഇഫ് ദേ വർക്ക് ടുഗെദർ ഹൗ മെനി ഡേയ്സ് ഇറ്റ് വിൽ ടേക്ക്? അപ്പോൾ ഇങ്ങനെ കേസ് വരുവാണെങ്കിൽ നമ്മൾ എ ക്യാൻ ഡു, എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ എയും ഡിയും ഒരുമിച്ചാണ് ചെയ്യേണ്ട വർക്ക് വരുന്നത്. അപ്പോൾ A+B എന്നുള്ള രീതിയിൽ എടുക്കാം. ഒരുമിച്ച് ചെയ്യേണ്ട വർക്ക് എടുക്കണം. അപ്പോൾ എയും ബി ഒരു ദിവസം ചെയ്യുന്ന വർക്കിലേക്ക് നമ്മൾ മാറ്റാം അതിനെ. അപ്പോൾ എയും ബിയും ഒരു ദിവസം വർക്കിലേക്ക് ചെയ്യുന്ന വർക്ക് 1/15 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ. കാരണം 15 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/15. അതിന്റെ 15 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 1/15 എടുക്കുക. ബി 10 ദിവസം കൊണ്ടാണ് ആ വർക്ക് സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബി ഒരു ദിവസം ചെയ്യുന്ന വർക്കിനെ 1/10 ആയിട്ട് എടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. ഇപ്പോൾ ഒരു ദിവസത്തെ വർക്കായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അഗെയിൻ കോമൺ ഫ്രാക്ഷൻ എടുക്കുക. നമ്മൾ 30ലേക്ക് പോയി അഗെയിൻ
ഇവിടെ 30 പോകുന്നു. ഇവിടെ മുകളിൽ നമുക്ക് 15 into 2 30 again 3 into 10 that is 30 15 കിട്ടുന്നു. ഇതിനെ സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 1/6 കിട്ടുവാണ്. 1/6 കിട്ടും. അപ്പോൾ അതായത് എയും ബിയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/6 ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/6 ആണ് എന്ന് വെച്ചാൽ ഒരു 6 ദിവസം എടുക്കുക വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ലോജിക്ക്. ഓക്കെ, വർക്ക് ആൻഡ് ടൈം മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം ശേഷം വേറെ പിന്നീടൊക്കെയാണ് നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പിൻ ചെയ്തെങ്കിൽ വീഡിയോ ചെക്ക് ചെയ്യുകയും ചെയ്യാം. തന്നിരിക്കുന്നതിന് 1/ലേക്ക് എടുക്കുക, അത്രേ ഉള്ളൂ. ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ഒരു വർക്ക് 15 ദിവസം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/15 ആണ്. ബി വർക്ക് 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/10 ആണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ അതാണ് 1/6 ആണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1/6 ആണെന്ന് വെച്ചാൽ അർത്ഥം 6 ദിവസം എടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ബോട്ട് ആൻഡ് സ്ട്രീംസിലെ ചില ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഓർക്കുന്നു, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇഫ് ബോട്ട് ഓഫ് ദ സ്പീഡ് സ്റ്റിൽ വാട്ടറിൽ ബോട്ട് സ്പീഡ് യുവും സ്പീഡ് ഓഫ് ദ സ്ട്രീമും വി ആണെങ്കിൽ ഡൗൺ സ്ട്രീം താഴോട്ട് പോകുമ്പോൾ നമുക്ക് u+v ആയിരിക്കും സ്പീഡ്, മുകളിലോട്ട് പോവുകയാണെങ്കിൽ u-v ആയിരിക്കും സ്പീഡ്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? വെള്ളത്തിൽ ബോട്ട് പോകുന്നു, ബോട്ടിന്റെ സ്പീഡ് u ആണ്. ഓക്കെ, സ്ട്രീമിന്റെ സ്പീഡ് v ആണ്. സ്ട്രീമിന്റെ സ്പീഡ് സ്ട്രീമിന്റെ സ്പീഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ സ്ട്രീം അഗെയിൻസ്റ്റ് ആണ് പോവുക. സ്ട്രീമിനൊപ്പം പോകുന്നതെങ്കിൽ നമ്മൾ സ്ട്രീമിനൊപ്പം പോകുന്നതെങ്കിൽ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടും പോകുന്ന സെയിം ഡയറക്ഷനിലാണ്, അതുപോലെ തന്നെ സ്ട്രീമും സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് u+v ആണ്. അപ്പൊ വെള്ളത്തിന് ഒഴുക്കിനൊപ്പം നമ്മൾ പോവുകയാണെങ്കിൽ സ്പീഡ് കൂടും നമുക്കറിയാം അല്ലെ. ഇനിയിപ്പോൾ അപ്സ്ട്രീം നേരെ തിരിച്ചാ പോകുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഡയറക്ഷൻ ഈ പറയുന്ന സ്ട്രീമിനെ ഓവർകം ചെയ്ത് വേണം പോകാനായിട്ട്, പോകാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുന്ന പറയുമ്പോൾ സ്പീഡ് കുറയും നമുക്ക്, അതുകൊണ്ടത് u-v ആണ്. അപ്പൊ u-യും v എന്താണ്? u എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ സ്പീഡാണ്, v എന്ന് പറഞ്ഞാൽ അവിടെ സ്ട്രീമിന്റെ സ്പീഡാണ്. അപ്പൊ ഇത് രണ്ടും ഒരു ബേസിക് ഇക്വേഷൻ ആണ്. ഇതും നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കുക. എഗെയിൻ തുടർന്ന് വീണ്ടും ഈ ഇക്വേഷൻസ് ഉണ്ട്, ഞാൻ അത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം താഴോട്ട് പോകുന്ന സ്പീഡും മുകളിലോട്ട് പോകുന്ന സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിൽ വാട്ടറിലെ സ്പീഡും റേറ്റ് ഓഫ് ദ സ്ട്രീമും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് രണ്ടും. a+b/2 a-b/2 നേരത്തെ ചെയ്ത ഇക്വേഷന്റെ റിവേഴ്സ് ഇക്വേഷൻസ് ആണ് ഇത് രണ്ടും. ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് I = PNR. P എത്രയാണ്? സം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക, N പീരീഡ്, R എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, N എപ്പോഴും ഇയറിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പ്രിൻസിപ്പൽ N R. ഓക്കെ, സിമ്പിൾ ഇക്വേഷൻ നമ്മൾ സിമ്പിൾ ആയിട്ട് ലോജിക്ക് സോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. 5 years എന്താണ് സം എന്നുള്ളത്. P എടുത്തിട്ടുണ്ട്. അഗെയിൻ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാനായിട്ട് നേരെ തിരിച്ച് നമ്മൾ P = I/NR എന്ന രീതിയിൽ എടുക്കുന്നു. അപ്പൊ അത് അങ്ങനെയും ചോദിക്കാം. ഇനി കോമ്പൗണ്ട് ചെയ്യുവാണെങ്കിൽ അഗെയിൻ ഇവിടെ ഇക്വേഷൻ മാറുന്നു. ദാറ്റ് ഈസ് കോമ്പൗണ്ടിങ്. ആനുവൽ കോമ്പൗണ്ടിങ് ആണെങ്കിൽ P into ബ്രാക്കറ്റ് 1+r/(10^100)n ആനുവൽ കോമ്പൗണ്ടിങ് ആണെങ്കിൽ. ഇനി കോമ്പൗണ്ട് ചെയ്യുന്ന ഹാഫ് ഇയർലി ആണെങ്കിൽ ഇക്വേഷൻ മാറുന്നു. ഇങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ബേസിക് ഇക്വേഷൻസ് ഒരിക്കൽ കൂടി നിങ്ങൾ റിമൈൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. നന്നായിട്ട് എക്സാമിന് എഴുതുക, എക്സാം ഹാൾ സമയത്ത് എത്തുക, ടൈം നന്നായിട്ട് മാനേജ് ചെയ്യുക. വീണ്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ മോശം പന്തുകളെ സെലക്ട് ചെയ്ത് റൺ സ്കോർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ എക്സാം പേപ്പറുകളിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലയിടത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടാവും. 180 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ലക്ഷ്യം ഒരിക്കലും 180 ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെ 180 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മുടെ കണ്ണെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ 180 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മുടെ കണ്ണെത്തുക എന്നുള്ള പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യൽ ഒരിക്കലും പോസിബിൾ അല്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അത് പലയിടത്തായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കി നല്ലൊരു മികച്ചൊരു ബാറ്റ്സ്മാൻ മോശം ബോൾ തിരഞ്ഞെടുത്ത് റൺസ് സ്കോർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യുക. എല്ലാവർക്കും എല്ലാ ആശംസകളും. വിഷ് യു ദ വെരി ബെസ്റ്റ്. വീണ്ടും നമുക്ക് പിന്നീട് ഒരു വീഡിയോ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.